വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. കേരളത്തില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കില് ഇന്ന് നമ്മൾ വാഗൻ ട്രാജഡി തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചാണ് പഠിക്കണേ. കഴിഞ്ഞ ദിവസം മലബാർ കലാപം വരെയല്ലേ നമ്മൾ പഠിച്ചു നിർത്തിയതാ. അപ്പോ വാഗൻ ട്രാജഡി തുടങ്ങാം. വാഗൻ ട്രാജഡി എന്നാണ് വാഗൻ ട്രാജഡി എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്? കേരളത്തില് 1921 1921 നവംബർ മാസം 10-ാം തീയതിയാണ് കേരളത്തിൽ എന്ത് നടന്നത്? വാഗൻ ട്രാജഡി എന്ന് പറയുന്ന സംഭവം നടന്നത്. എന്താ വാഗൻ ട്രാജഡി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് മലബാർ കലാപത്തെ കുറിച്ചാണ് അല്ലെ? അപ്പോ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ധാരാളം കലാപകാരികളെ ബ്രിട്ടീഷുകാർ പിടിച്ചു. അങ്ങനെ ഈ പിടിച്ച കലാപകാരികളെ ഏകദേശം എത്ര പേരുണ്ടായിരുന്നു? 90ഓളം കലാപകാരികളെ എന്ത് ചെയ്തു എന്നാ പറയണേ? അതായത് ഒരു ഗുഡ്സ് വാഗണിൽ നിറക്കിയാണ്. ഈ ഗുഡ്സ് വാഗണിൽ നിറച്ചിട്ട് അവരെ മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് എവിടേക്ക് കൊണ്ടുപോവാണ്? കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവാണ്. കോയമ്പത്തൂരില് എവിടേക്കാ കൊണ്ടുപോണേ? കോയമ്പത്തൂരിലെ ഒരു ജയിലിലേക്കാ കൊണ്ടുപോണേ. ജയിലിന്റെ പേര് ബെല്ലാരി എന്നാണ് ജയിലിന്റെ പേര്. കോയമ്പത്തൂരിലെ ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ കൊണ്ടുപോണ വഴി 72ഓളം പേര് ശ്വാസം മുട്ടി മരണമടഞ്ഞു എന്നാണ് SCERT പുസ്തകത്തിൽ പറയണേ. എത്ര പേര് മരിച്ചു എന്നാ പറയണേ? 72 ആൾക്കാർ മരിച്ചു എന്നാ പറയണേ. ഈ സംഭവത്തെയാണ് നമ്മൾ വാഗൻ ട്രാജഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TS ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ആളാണ്. അപ്പൊ TS ഹിച്ച്കോക്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തില് എന്താ ചെയ്തേ? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കലാപകാരികളെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലുള്ള ബെല്ലാരി ജയിലിലേക്ക് ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ച് 90ഓളം ആൾക്കാർ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ച് കൊണ്ടുപോയി 1921 നവംബർ 10-ന്. അതില് 72 പേരോളം ശ്വാസം മുട്ടി മരിച്ചു. അതിനെയാണ് നമ്മൾ വാഗൻ ട്രാജഡി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ 1921 നവംബർ 10-നാണ് വാഗൻ ട്രാജഡി നടന്നത്. ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്തത് ഏത് സ്റ്റേഷനിലാണെന്നറിയോ നിങ്ങൾക്ക്? പോത്തന്നൂർ സ്റ്റേഷനിലാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതാണ്? പോത്തന്നൂർ സ്റ്റേഷനാണ്. പോത്തന്നൂർ സ്റ്റേഷനാണ്. ഇനി വാഗൻ ട്രാജഡി ഈ പ്രശ്നം നടന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തായി പ്രശ്നം ഉണ്ടായ ഇതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷന്റെ പേര് AR നേപ്പ് കമ്മീഷൻ എന്നാണ്. അപ്പൊ വാഗൻ ട്രാജഡിയെ കുറിച്ച് പഠിക്കാനായിട്ട് അന്വേഷിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷൻ. ആരാണ്? AR നേപ്പ് കമ്മീഷൻ. ഈ വാഗൻ ട്രാജഡിയെ ഒരാള് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചു. എന്താ വിളിച്ചേ? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ. അപ്പൊ വാഗൻ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? സുമിത് സർക്കാർ ആണ്. അപ്പൊ സുമിത് സർക്കാർ ഇതിനെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി വാഗൻ ട്രാജഡിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് ചോദിച്ചാൽ തിരൂരാണെന്നും കൂടെ പറയണം. അപ്പൊ നമ്മൾ പറഞ്ഞു മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരുള്ള ബെല്ലാരി ജയിലിലേക്ക് കൊണ്ടുപോണ വഴി 90 പേരില് 72 പേരും ശ്വാസം മുട്ടി മരിക്കാനിടയായ സംഭവത്തെ നമ്മൾ വാഗൻ ട്രാജഡി എന്ന് വിളിക്കുന്നു. 1921 നവംബർ 10-ന് നടന്ന ഈ സംഭവത്തില് കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയത് TS ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ആളായിരുന്നു. ഇനി 72 പേര് മരണമടഞ്ഞു. ഇനി ഇത് റിപ്പോർട്ട് ചെയ്തത് പോത്തന്നൂർ സ്റ്റേഷനാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ AR നേപ്പ് കമ്മീഷനാണ്. ഇതിന്റെ സ്മാരകം തിരൂരാണ്. ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത സംഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ഉപ്പ് സത്യാഗ്രഹമാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം. എന്നാ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം എന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ആരംഭം 1930 ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്. 1930 ഏപ്രിൽ മാസം 13-ാം തീയതി ഉപ്പ് സത്യാഗ്രഹം കേരളത്തിൽ ആരംഭിക്കുന്നു. അതിന്റെ നേതാവ് ആരായിരുന്നു? K കേളപ്പനായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്? K കേളപ്പനാണ് അല്ലെ? K കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതാവ്. ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ്?
ഉളിയത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഉളിയത്ത് കടവ് എവിടെയാണ്? പയ്യന്നൂരിലാണ്. ഉളിയത്ത് കടവാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഇനി ഈ ഉപ്പ് സത്യാഗ്രഹം എന്നാ നടന്നേ? ഉപ്പ് നിയമം ലംഘിച്ചതെന്ന 1930 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് ഉപ്പ് നിയമം ലംഘിച്ചത്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ എന്താണ് കോഴിക്കോട് നിന്ന് ഉള്ള ഒരു സംഘം എവിടേക്ക് പോവാണ്? പയ്യന്നൂരിലേക്ക് പോവാണ്. ആ പയ്യന്നൂരിൽ അവർ പോകണത് ഏപ്രിൽ 13 എത്തണത് ഏപ്രിൽ 23 അവിടെ വെച്ചിട്ടാണ് ഉപ്പ് നിയമം ലംഘിക്കുന്നത്. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ ജാഥയില് മൊത്തം എത്ര ആൾക്കാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം 32 പേരുണ്ടായിരുന്നു. നേതാവ് കേളപ്പൻ എത്ര പേര് പങ്കെടുത്തു? 32 പേര് അതിൽ പങ്കെടുത്തു. ഈ പങ്കെടുത്ത ജാഥയോട് കൂടിയിട്ട് അവര് പോണേ. ആ ജാഥയിൽ അവര് ആലപിച്ച ഗാനം വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനമാണ്. ഈ വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനം രചിച്ചത് അംഷി നാരായണ പിള്ളയാണ്. അപ്പൊ അംഷി നാരായണ പിള്ളയുടെ വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനമാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പോകുന്ന ജാഥയില് അവര് പാടിയത്. അങ്ങനെ ഉപ്പ് സത്യാഗ്രഹം നമ്മുടെ ഉപ്പ് നിയമം ലംഘിക്കുകയാണ് 1930 ഏപ്രിൽ 23. ഇതിന്റെ കേന്ദ്രം ഉളിയത്ത് കടവാണെങ്കിൽ അതിന്റെ സത്യാഗ്രഹ സ്മാരകം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്താ പറയണ്ടേ? ആ സ്മാരകം ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉളിയത്ത് കടവ് തന്നെ പറയും. എന്നാൽ പയ്യന്നൂരിനെ വേറൊരു പേരിട്ട് വിളിക്കും. അറിയോ നിങ്ങൾക്ക്? രണ്ടാം ബർദോളി. അപ്പൊ രണ്ടാം ബർദോളി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? പയ്യന്നൂരിനെയാണ്. അപ്പൊ നമ്മളൊരു നിയമമാണ് ലംഘിച്ചത്, കെ കേളപ്പൻ അല്ലെ. അപ്പൊ അദ്ദേഹം നിയമം ലംഘിച്ചത് കൊണ്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. അപ്പൊ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോ അദ്ദേഹത്തിന് ശേഷം ഇതിന് നേതൃത്വം നൽകിയത് മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന ആളാണ്. മൊയ്യാരത്ത് ശങ്കരനാണ് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അദ്ദേഹമാണ് കെ കേളപ്പനെ അറസ്റ്റ് വരിച്ചതിനെ തുടർന്ന് അദ്ദേഹമാണ് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയത്. ഇനി അടുത്തത് 1930 മെയ് മാസം 12-ാം തീയതി ആയപ്പോ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തി എന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. എത്ര ഉപ്പ് സത്യാഗ്രഹം അടിച്ചമർത്തിയത്? മെയ് 12-നാണെന്ന് മനസ്സിലാക്കുക. ഇനി കോഴിക്കോട് ജില്ലയിൽ നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചതാണല്ലോ ആര്? കെ കേളപ്പൻ. കോഴിക്കോട് ജില്ലയില് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ മുഹമ്മദ് അബ്ദുൾ റഹിമാനാണ്. ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹിമാൻ. പയ്യന്നൂര് നേതൃത്വം നൽകിയതാണ് ആര്? നമ്മുടെ കെ കേളപ്പൻ. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ മുഹമ്മദ് അബ്ദുൾ റഹിമാനാണ്. ഇനി അടുത്തത് എന്താ പറയുന്നത്? പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് യാത്ര നടത്തിയത് ആരാണ്? പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് യാത്ര നടത്തിയത് ആരാണ്? സത്യാഗ്രഹ ജാഥ നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ TR കൃഷ്ണസ്വാമി അയ്യരാണ്. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യരാണ് പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചത്. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? ഇനി അടുത്തത് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് പലരെയും ജയിലിലാക്കുകയുണ്ടായി. അങ്ങനെ ഒരു വ്യക്തി 43 ദിവസം ജയിലിൽ ഉപവാസം കിടന്ന് ജയിലിൽ വെച്ച് മരണപ്പെടുകയാണ്. 43 ദിവസം, കുറച്ചു ദിവസം എന്നല്ല. അദ്ദേഹത്തിന്റെ പേര് PC കുഞ്ഞിരാമൻ അടിയോടി. ആരാണ്? PC കുഞ്ഞിരാമൻ അടിയോടി. PC കുഞ്ഞിരാമൻ അടിയോടി ട്ടോ. അത് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? ഇതാണ് പ്രധാനപ്പെട്ടത് ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ കാര്യങ്ങൾ. ഇപ്പൊ കോഴിക്കോട് നേതൃത്വം നൽകിയ അബ്ദുൾ റഹ്മാൻ, പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ചു TR കൃഷ്ണസ്വാമി അയ്യർ, 43 ദിവസം നിരാഹാരം നിന്ന് മരിച്ചു PC കുഞ്ഞിരാമൻ അടിയോടി. പോലീസ് അടിച്ചമർത്തി 1930 മെയ് 12. ഇനി മൊയ്യാരത്ത് ശങ്കരനാണ് കെ കേളപ്പന്റെ അറസ്റ്റിനെ തുടർന്ന് നേതാവായത്. ഉയ്യാരത്ത് ശങ്കരൻ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നു. ഈ ജാഥ നയിച്ചത് മൊത്തം 32 പേരാണ്. വരിക വരിക സഹചര്യ എന്ന അംശി നാരായണ പിള്ളയുടെ ഗാനമാണ് ജാഥയിൽ മുഴങ്ങിക്കേട്ടത്. 1930 ഏപ്രിൽ 23-നാണ് ഉപ്പ് നിയമം ലംഘിച്ചത്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെത്തിയിട്ടാണ്. പയ്യന്നൂർ ഉളിയത്ത് കടവിലാണ്. ഉളിയത്ത് കടവാണ് അതിന്റെ കേന്ദ്രം, സ്മാരകം. എന്നാൽ രണ്ടാം ബർദോളി പയ്യന്നൂരാണ് അല്ലെ. നേതാവ് കെ കേളപ്പനാണ്. ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാണ്.
ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ എന്ത് കഴിഞ്ഞു? ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്ന ഭാഗം ഇവിടെ അവസാനിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൊറാഴ സമരത്തെ കുറിച്ചാണ്. മൊറാഴ എന്താ സമരത്തിന്റെ പേര്? മൊറാഴ സമരം എന്നാട്ടോ. ഈ മൊറാഴ സമരം നടന്നത് 1940-ലാണ്. ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരമാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മൊറാഴ സമരത്തെയാണ്. എന്തിനാ കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ ഒരു സമരം നടത്തിയേ? അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിലായി അല്ലെ, സെക്കൻഡ് വേൾഡ് വാർ. ഈ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്ന ഒരു പ്രശ്നം നടന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മുടെ ഓരോരുത്തരുടെയും മേലെ പല രീതിയിലുള്ള മർദ്ദന മുറകള് ഏർപ്പെടുത്തേണ്ടായി. അപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിനും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരമാണ് മൊറാഴ സമരം. നടന്നത് 1940-ലാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം എന്ന മൊറാഴ സമരത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. മൊറാഴ സമരം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം കണ്ണൂരാണ്. എവിടെയാ നടന്നത്? കണ്ണൂരാണ്. ക്ലിയർ ആയില്ലേ? ഈ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വിപ്ലവകാരിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പഠിക്കണം, KPR ഗോപാലൻ. ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. മൊറാഴ സമരത്തെ തുടർന്ന് വധശിക്ഷയ്ക്ക് വിധിച്ചത് ആരെയാണ്? KPR ഗോപാലനെയാണ്. ക്ലിയർ ആയോ മക്കളെ? ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കയ്യൂർ സമരത്തെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം എവിടെയാ നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. കയ്യൂർ സമരം കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ എവിടെയാന്ന് ചോദിച്ചാൽ കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർഗ് എന്ന് പറയുന്ന താലൂക്കിലാണ്. അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട നദിയുടെ തീരത്താണ്. ഹോസ്ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് കരിയങ്കോട് നദിയുടെ തീരത്താണ്. ഈ കരിയങ്കോട് നദിയെ എന്താണ് ഒരു വേറൊരു പേരിട്ട് വിളിക്കുന്നു, തേജസ്വിനി നദി എന്നും വിളിക്കുന്നു. ഇങ്ങനെ കരിയങ്കോട് നദിയെ തേജസ്വിനി നദി എന്ന് വിശേഷിപ്പിച്ചത് ഒരു സാഹിത്യകാരനാണ്. ആ സാഹിത്യകാരന്റെ പേര് നിരഞ്ജന എന്നാണ്. എന്താണ്? നിരഞ്ജന. അപ്പൊ കയ്യൂർ സമരം 1941 മാർച്ച് മാസം 28 നടന്നതാണ്. കയ്യൂരിലെ കർഷക സംഘങ്ങൾ നടത്തിയതാണ്. എന്തിനെതിരെ? ജന്മിത്വത്തിനെതിരെ നടത്തിയതാണ്. 1941 മാർച്ച് 28 കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരത്തെ കയ്യൂർ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ കരിയങ്കോട് നദീതീരത്താണ് ഈ സമരം നടന്നത്. കരിയങ്കോട് നദിക്ക് തേജസ്വിനി നദി എന്ന് മറ്റൊരു പേരുണ്ട്. അത് അങ്ങനെ വിശേഷിപ്പിച്ചത് നിരഞ്ജന എന്ന് പറയുന്ന കന്നഡ സാഹിത്യകാരൻ കൂടിയാണ്. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി കയ്യൂർ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി CM ആരെന്ന് ചോദിച്ച EK നായനാരാണ്. അപ്പൊ കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാ മക്കളെ? EK നായനാറാണ് കേട്ടോ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി എന്താ പറയുന്നത്, കയ്യൂർ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തൂക്കിലേറ്റപ്പെട്ട ആൾക്കാരുണ്ട്. 4 പേരെ തൂക്കിലേറ്റുണ്ടായി. 4 പേര്. ആ 4 പേരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് മാസം 29 ആരൊക്കെയാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരാള് മഠത്തിൽ അപ്പു. ആരാണ്? മഠത്തിൽ അപ്പു എന്ന് പറയുന്ന ഒരാള്. അടുത്ത ആള് പൊടോര. ആരാണ്? പൊടോര. അടുത്ത ആള് പൊടോര കുഞ്ഞമ്പു നായർ. മഠത്തിൽ അപ്പു. അടുത്തത് കുഞ്ഞമ്പു നായർ. മഠത്തിൽ അപ്പു, കുഞ്ഞമ്പു നായർ. കോയിദാട്ടിൽ ചിരുകണ്ഠൻ. ഒന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. കോയിദാട്ടിൽ ചിരുകണ്ഠൻ. പള്ളിക്കൽ അബൂബക്കർ. ഇവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. പള്ളിക്കൽ അബൂബക്കർ കേട്ടോ. ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ? മഠത്തിൽ അപ്പു, ഒടോര കുഞ്ഞമ്പു നായർ, കൊയ്താട്ടിൽ ചിരുകണ്ഠൻ, പള്ളിക്കൽ അബൂബക്കർ, ഇവിടെയൊക്കെ കയ്യൂർ സമരത്തെ ആസ്പദമാക്കിയിട്ട് അത് ആ പ്രശ്നവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 1943 മാർച്ച് 29 എന്ത് ചെയ്തു എന്നാ പറയണേ? തൂക്കിലേറ്റി എന്നാ പറയണ കേട്ടോ. ഇനി കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ഒരു നോവല് രചിച്ചിട്ടുണ്ട്. നോവല് എന്താണെന്നറിയോ? ചിരസ്മരണ എന്ന നോവലിന്റെ പേര് ചിരസ്മരണ. ഈ ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന എന്ന സാഹിത്യകാരനാണ്. അപ്പൊ നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജന എന്ന സാഹിത്യകാരൻ. നോവലിന്റെ പേര് ചിരസ്മരണ. ഇനി ലെനിൻ രാജേന്ദ്രൻ ഇല്ലേ, നമ്മുടെ സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ഈ കയ്യൂർ സമരവും
സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മീനമാസത്തിലെ സൂര്യൻ. ഏതാണ്? മീനമാസത്തിലെ സൂര്യൻ ട്ടോ. മീനമാസത്തിലെ സൂര്യൻ ട്ടോ. മീനമാസത്തിലെ സൂര്യൻ. അപ്പൊ ഇത്രയും കാര്യം കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ കീഴരിയൂർ ബോംബ് കേസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കണം. എന്താ കീഴരിയൂർ ബോംബ് കേസ്? ചോദിക്കാം. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സമരം. മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ട്ടോ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോട് അനുബന്ധിച്ച് നടന്ന സമരമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇനി അടുത്ത ചോദ്യം ഇങ്ങനെ വരാം. ഫറോക്ക് പാലം ട്ടോ. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ മലബാറില് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവം കീഴരിയൂർ ബോംബ് കേസ്. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. കീഴരിയൂർ ബോംബ് സ്ഫോടനം എന്ന് നടന്നു? 1942 നവംബർ മാസം 17-ാം തീയതി നടന്നു. 1942 നവംബർ മാസം 17-ാം തീയതിയാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്. ഈ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ഡോക്ടർ KB മേനോൻ ആയിരുന്നു. ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ആരാണ്? ഡോക്ടർ KB മേനോൻ ആയിരുന്നു. ഡോക്ടർ KB മേനോനെ കൂടാതെ കുഞ്ഞിരാമക്കിടാവ് എന്ന് പറയുന്ന ഒരാളും കൂടി ഇതിന് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. കുഞ്ഞിരാമക്കിടാവ്. ഇവരെ രണ്ടുപേരെയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായത് ഏതാണ്? ആരൊക്കെയാണ്? ഡോക്ടർ KB മേനോനും കുഞ്ഞിരാമക്കിടാവുമായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്ന ആള് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രധാന വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ KB മേനോനാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഇനി ഈ ഡോക്ടർ KB മേനോൻ ഒരു പ്രത്യേകതയുണ്ട്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൽ നിന്ന് കത്തൊക്കെ ലഭിച്ച നേതാവാണ്. സുഭാഷ് ചന്ദ്രബോസ് കത്തെഴുതി ഇദ്ദേഹത്തിന്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ കത്ത് ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ KB മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ KB മേനോനെയാണ്. ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ഡോക്ടർ KB മേനോനെയാണ് കേട്ടോ. ഇനി ഈ ഡോക്ടർ KB മേനോന്, അതുപോലെ കുഞ്ഞിരാമക്കിടാവ്, അങ്ങനെ ഏകദേശം 13ഓളം ആൾക്കാരെ ആജീവനാന്ത തടവിൽ പാർപ്പിക്കുകയുണ്ടായി. എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട്? കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട്. ഈ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രശസ്തമായിട്ടുള്ള ഒരു ഹിന്ദി നാടകമുണ്ട് മക്കളെ. ആ ഹിന്ദി നാടകത്തിന്റെ പേര് വന്ദേ മാതരം എന്നാണ്. ഏതാണ് നാടകം? വന്ദേ മാതരം എന്നാണ് ആ നാടകം. ഇനി കീഴരിയൂർ ബോംബ് കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരാനുകൂലികൾ രഹസ്യമായി പുറത്തിറക്കിയ പത്രമാണ് സ്വതന്ത്ര ഭാരതം. പത്രത്തിന്റെ പേരാണ് സ്വതന്ത്ര ഭാരതം. അതായത് ഇത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് പ്രശ്നമാണല്ലോ, അല്ലെങ്കിൽ കേസാണല്ലോ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു പത്രം ഇറക്കുകയുണ്ടായി, സ്വതന്ത്ര ഭാരതം. ആ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസായ കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട ഒരു നാടകം തന്നെയുണ്ട്. വന്ദേ മാതരം എന്നാണ് ആ നാടകത്തിന്റെ പേര്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി അടുത്തത് കീഴരിയൂർ ബോംബ് കേസിൽ പറയാനുള്ളത് എന്താ വെച്ചാ, ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു ദിനം, വിധ്വംസക ദിനമായിട്ട്. വിധ്വംസക ദിനം എന്നാണ് വിധ്വംസക ദിനം എന്ന് ചോദിക്കാം. വിധ്വംസക ദിനം നവംബർ 9 മക്കളെ. നവംബർ 9. അതായത് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട കലാപകാരികൾ വിധ്വംസക ദിനമായിട്ട് തീരുമാനിച്ചത് നവംബർ 9. പക്ഷെ അവർക്ക് നവംബർ 17 ഈ ബോംബ് ഇടാൻ സാധിച്ചുള്ളൂ. കാരണം ബോംബ് നിർമ്മിക്കാൻ പറ്റിയില്ല. നവംബർ 9 ബോംബ് നിർമ്മിക്കാൻ പറ്റിയില്ല. അപ്പൊ അവരെന്താണ് നവംബർ 17 ബോംബ് ഇട്ടത്. പക്ഷെ വിധ്വംസക ദിനമായിട്ട് അവർ ആചരിച്ചത് നവംബർ 9 മനസ്സിലാക്കുക കേട്ടോ. ഈ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശസ്തമായിട്ടുള്ള പുസ്തകമുണ്ട്, ബുക്ക്. ആ ബുക്കിന്റെ പേര് ഇരുമ്പഴിക്കുള്ളിൽ എന്നാണ്. നമ്മൾ പറഞ്ഞു 13ഓളം ആൾക്കാരെ അല്ലെ ഇരുമ്പഴിക്കുള്ളിൽ ആജീവനാന്ത തടവിന് വിധിക്കുകയുണ്ടായി. അപ്പൊ
ഇരുമ്പഴിക്കുള്ളിൽ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് വി എ കേശവൻ നായരാണ്. ആരാണ്? വി എ കേശവൻ നായരാണ്. വി എ കേശവൻ നായർ. വി എ കേശവൻ നായരാണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയൊക്കെയാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് മലബാറിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് നടന്ന സമരമാണ്. ഫറോക്ക് പാലം തകർക്കാനുള്ള ഗൂഢാലോചന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കീഴരിയൂർ ബോംബ് കേസ്, ആ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ബോംബ് സ്ഫോടനം നടന്നത് 1942 നവംബർ 17. നവംബർ 9 അവർ ബോംബ് ഇടാൻ തീരുമാനിച്ചത്. ആ ദിനത്തെ അവർ വിധ്വംസക ദിനമായിട്ട് ആചരിച്ചു. നവംബർ 9 ബോംബ് നിർമ്മാണം പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് നവംബർ 17 ബോംബിട്ടത്. ഇതിന് പ്രധാനപ്പെട്ട നേതാവ് ഡോക്ടർ കെ ബി മേനോൻ ആയിരുന്നു. കെ ബി മേനോനെ കൂടാതെ കുഞ്ഞിരാമ കിടാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. ഇവരടക്കം 13 പേരെ ആജീവനാന്ത തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. ഡോക്ടർ കെ ബി മേനോന് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കത്തയച്ച ദേശീയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. കീഴരിയൂർ ബോംബ് കേസിന്റെ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ കെ ബി മേനോനെയാണ്. ഈ കീഴരിയൂർ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രസിദ്ധമായിട്ടുള്ള നാടകം വന്ദേ മാതരമാണ്. അതൊരു ഹിന്ദി നാടകമാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട സമരാനുകൂലികൾ കേരളത്തിൽ രഹസ്യമായി പുറത്തിറക്കിയ പത്രമാണ് സ്വതന്ത്ര ഭാരതം. ഈ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ എന്നുള്ളതാണ്. അത് രചിച്ചത് വി എ കേശവൻ നായരാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. ഏതാണ് സമരത്തിന്റെ പേര്? പുന്നപ്ര വയലാർ സമരം. ഈ പുന്നപ്ര വയലാർ സമരം എന്നാ നടന്നത്? 1946 നടന്നത്. എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. കേട്ടിട്ടില്ലേ നിങ്ങൾ? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. എന്താണത്? ഇതിന്റെ മുദ്രാവാക്യമാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളത് പുന്നപ്ര വയലാർ സമരത്തിന്റെ എന്താണെന്ന് പറയുന്നത്? മുദ്രാവാക്യമാണ്. മുദ്രാവാക്യം 1946 ഈ പുന്നപ്ര വയലാർ സമരം നടന്നപ്പോ ആരായിരുന്നു? സർ സി പി രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ. സർ സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിലെ ദിവാൻ. പുന്നപ്ര വയലാർ സമയത്ത് സി പി രാമസ്വാമി അയ്യറാണ് തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് പറയുന്നത്. പുന്നപ്ര വയലാർ സമരത്തിന് വേറൊരു പേരും കൂടി ഇട്ട് വിളിക്കുന്നുണ്ട് മക്കളെ, തുലാം 10 സമരം. എന്തിനാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പാക്കാൻ ശ്രമിച്ചതിനെതിരെ സർ സി പി രാമസ്വാമി അയ്യർക്കെതിരെ നടത്തിയ സമരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പുന്നപ്ര വയലാർ സമരം എന്ന് വിളിക്കുന്നത്. 1946 ഈ സമരം നടന്നത്. പുന്നപ്ര അതുപോലെ തന്നെ വയലാർ എന്നീ സ്ഥലങ്ങള് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് നടന്നത്. ഇനി അടുത്തത് ഈ പുന്നപ്ര വയലാർ സമരത്തിന് കാരണക്കാരൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? സർ സി പി രാമസ്വാമി അയ്യറിന്റെ അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരമായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ മുദ്രാവാക്യമാണ് ആൾക്കാര് ഉപയോഗിച്ചത്. പുന്നപ്ര വയലാർ ദുരന്തം നടന്നത് 1946. ദുരന്തം, പുന്നപ്ര വയലാർ സമരം അല്ലെങ്കിൽ ദുരന്തം നടന്നത് 1946 ഒക്ടോബർ മാസത്തിലാണ്. 1000-ലധികം പേർ ഈ സമരത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് കണക്കാക്കുന്നുണ്ട്. 1000-ൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നു. ഇതിന്റെ രക്തസാക്ഷി മണ്ഡപം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിൽ കളർക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയിലെ കളർക്കോടാണ് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി സർ സി പി രാമസ്വാമി അയ്യർ ഉണ്ടല്ലോ, ഇദ്ദേഹത്തെ വധിക്കാൻ നോക്കിയ ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക്. KCS മണി. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് സർ സി പി രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ചത് KCS മണിയാണ് കേട്ടോ. ആരാണ്? KCS മണി. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. ആരാണ്? നമ്മുടെ VS അച്യുതാനന്ദൻ കേട്ടോ. പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തകഴി ശിവശങ്കര പിള്ള ഒരു നോവൽ രചിച്ചു. തകഴിയുടെ തലയോട് എന്നാണ് നോവലിന്റെ പേര്. ഇനി പുന്നപ്ര വയലാർ ഇതിനെ ആസ്പദമാക്കി നമ്മുടെ കേശവദേവ് രചിച്ച നോവലാണ്. കേശവദേവിന്റെ നോവലാണ് ഉലക്ക എന്ന് പറയുന്നത്. ഏതാണ്? ഉലക്ക. കേശവദേവന്റെ നോവലാണ് ഉലക്ക കേട്ടോ. ഇനി അടുത്തത് വയലാർ സ്റ്റാലിൻ എന്ന് പറയുന്ന ആൾ ആരാന്ന് ചോദിക്കാം. വയലാർ സ്റ്റാലിൻ
വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സി കെ കുമാരപ്പണിക്കരാണ്. കുമാരപ്പണിക്കരാണ്. ഇത്രയും കാര്യമാണ് നമുക്ക് പുന്നപ്ര വയലാറുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. പുന്നപ്ര വയലാർ സമരം നമ്മുടെ അന്നത്തെ തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചതിനെതിരെ അവിടുത്തെ ആൾക്കാർ നടത്തിയ സമരമാണ്. ഈ ദുരന്തം നടന്ന 1946 ഒക്ടോബർ മാസത്തിലാണ്. അത് 1000-ലധികം പേർ ആ സമരത്തിൽ മരിച്ചു എന്ന് പറയുന്നു. അതിന്റെ എന്താ പറയുന്നത്, രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കളർക്കോട്, ആലപ്പുഴ ജില്ലയിൽ കളർക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പുന്നപ്ര വയലാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളതാണ്. സർ സി പി രാമസ്വാമിയേറെ വധിക്കാൻ ശ്രമിച്ചത് KCS മണിയാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. പുന്നപ്ര വയലാർ സമരത്തെ തുലാം 10 സമരം എന്നും കൂടി വിളിക്കുന്നു. ഈ സമരവുമായി ബന്ധപ്പെട്ട് തകഴി രചിച്ചതാണ് തലയോട്, കേശവദേവ് രചിച്ചതാണ് ഉലയ്ക്ക. അല്ലെ, വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കറാണ്. ഇത്രയുള്ള മക്കളെ ഇന്നത്തെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ടീച്ചർ വിചാരിക്കണം. ഇഷ്ടപ്പെട്ട അച്ഛൻ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. അതുപോലെ തന്നെ ടീച്ചറുടെ സബ്സ്ക്രിപ്ഷന്റെ ഒപ്പം തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. നമുക്ക് അടുത്ത ദിവസം കാണാം. ഇന്ന് പരീക്ഷയുണ്ട്, എല്ലാവരും പരീക്ഷ അറ്റൻഡ് ചെയ്യണം കേട്ടോ.